പി സരിനെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് അത് ഞങ്ങൾക്ക് പറ്റിയ വലിയ ഒരു തെറ്റാണ്, അത് വലിയ ഒരു എന്താ പറയേണ്ട വീഴ്ചയാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഇന്നലെ ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത്, ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോ എം വി ഗോവിന്ദനോട് ബീഹാർ തെരഞ്ഞെടുപ്പിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ്. 60 ലക്ഷം പേരുടെ വോട്ട് നീക്കി, ഇതാണ് പരാജയത്തിന്റെ കാരണം. ഈ പറയുന്ന 60 ലക്ഷത്തിന്റെ ആളുകളുടെ വോട്ടുകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മറ്റൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. ഈ ഗോവിന്ദൻ ഇത് പറഞ്ഞു വെച്ച ഉടനെ മാധ്യമപ്രവർത്തകര് ഈ പറയുന്ന എം വി ഗോവിന്ദനോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ പരിഹാസവുമായിട്ട് ഈ പറയുന്ന സരിനും ഈ പറയുന്ന ബിനീഷ് കോടിയേരിയും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ വലിയ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സരിനെ പാലക്കാട്ട് മത്സരിപ്പിച്ചത് തന്നെ ഞങ്ങൾക്ക് പറ്റിയ വലിയ അബദ്ധമായിരുന്നു, വീഴ്ചയായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് എം വി ഗോവിന്ദൻ മറ്റൊന്നു കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ സരിനും ഈ പറയുന്ന ബിനീഷ് കോടിയേരിയും RSSന്റെ ഏജന്റുമാരാണ്. ബിനീഷ് കോടിയേരി പലതവണ RSS നേതാക്കളെ കണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഈ പറയുന്ന എം വി ഗോവിന്ദൻ. സരിൻ നിങ്ങൾക്ക് പറ്റിയ വലിയ ഒരു അബദ്ധമായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ മിസ്റ്റർ എം വി ഗോവിന്ദൻ. പാലക്കാടിന്റെ മണ്ണില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് കരുതി നിങ്ങൾ പിടിച്ച് വലയിലാക്കിയത് ഇത്തരത്തിൽ ഒരു പരനാറിയെയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ. വളരെ വൈകിയുള്ള തിരിച്ചറിവ്. പാലക്കാട്ട് നിങ്ങൾ എന്തുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് എപ്പോഴെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾക്ക് പറ്റിയ വലിയ വീഴ്ചയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ സരിനെ മത്സരിപ്പിച്ച് നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടവും സരിനുമായിട്ടുള്ള അന്തരം 1/4 ലക്ഷം വോട്ടിന്റെ വലിയ അന്തരമാണ്. അതും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില്. അവിടെ നിങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാരണങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയണം നിങ്ങൾ. എന്നിട്ട് ഈ പറയുന്ന പരനാറിയെ, പിരായിരിയിലെ ഈ ഭ്രാന്തനെ, അവനെ പടിയടച്ച് പിണ്ടം വെക്കണം. അതിന് നിങ്ങൾ തയ്യാറാവണം മിസ്റ്റർ എം വി ഗോവിന്ദൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന നാറി അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി RSSന്റെ പാളയത്തിലേക്ക് നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തില്, ആ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലെ സീറ്റ് കിട്ടാത്തതിന്റെ പേരില്, സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ പേരില് മറുകണ്ഠം ചാടിയവനാണ് ഇവൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ വീണ്ടും തിരിച്ചറിയും. ഇവൻ പല കാര്യങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇവൻ വെറുതെ ഒരു സിവിൽ സർവീസ് ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് വെറുതെയല്ല. ഇവൻ ജനങ്ങളെ സേവിക്കാനോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾ നടത്തുവാനോ എന്നുള്ള ലക്ഷ്യത്തോടെയല്ല ഇവൻ ഈ പറയുന്ന രാഷ്ട്രീയ മേഖലയിലേക്ക്, പൊതുപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വന്നത്. ഇവൻ സിവിൽ സർവീസിൽ കിട്ടിയിരുന്നത് അതിൽ കൂടുതൽ കിട്ടണമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടിയാണ് ഇവൻ കടന്നു വന്നത്. ഇവനിക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവല്ല, ഇവനിക്ക് വ്യക്തമായ സ്വകാര്യ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവൻ കടന്നു വന്നത്. അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കി പരാജയപ്പെട്ടവനാണ് അവൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് കിട്ടാഞ്ഞിട്ട് നിങ്ങളുടെ പക്ഷത്തേക്ക് നടന്നു കയറിയത്. മനസ്സിലായില്ലേ? ഇവനെ എന്നിട്ട് നിരന്തരമായിട്ട് ഇപ്പോ ഞാൻ ഇന്നലെ ഈ പറയുന്ന സരിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സരിൻ പറയുന്ന അതേ അഭിപ്രായമാണോ എം വി ഗോവിന്ദന് ഉണ്ടാവുക, അല്ലെങ്കിൽ സരിൻ പറയുന്ന അതേ അഭിപ്രായമാണോ MA ബേബിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ആ അഭിപ്രായമാണോ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ ചോദ്യം എം വി ഗോവിന്ദൻ കേട്ടിട്ടുണ്ട്. ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നു, കോൺഗ്രസ് തോറ്റതോ
കോൺഗ്രസ് തോറ്റത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയമോ അത് കോൺഗ്രസിന്റെ ഈ പറയുന്ന വീഴ്ചയല്ല, അത് SIR നടത്തിയിരിക്കുന്ന ക്രമക്കേടുകൾ. അത് കഴിഞ്ഞിട്ട് അവിടെ 7,42,000 വോട്ടർമാരുണ്ടായ ഫൈനൽ ലിസ്റ്റിൽ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 7,45,00,000 7,42,00,000 നിന്ന് 7,45,00,000 അങ്ങനെ വലിയ ഒരു അട്ടിമറി, ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ BJPയും RSSും നേരിട്ടത് എന്ന് MV ഗോവിന്ദന്റെ എല്ലാ പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കാൻ ഈ RSSന്റെ ഏജന്റുമാരെ കിട്ടില്ല എന്നുള്ളതാണ്. RSSന്റെ ഏജന്റുമാരെ കിട്ടില്ല. എന്താണെങ്കിലും ഗോവിന്ദന്റെ തിരിച്ചറിവ് അത് വളരെ വൈകിയുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവുകൾ ഇവൻ ഈ പറയുന്ന അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കൂടാരത്തിലേക്ക് വന്ന് കയറിയത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്നുണ്ടാവണമായിരുന്നു. സഖാവായിട്ടുള്ള പാലക്കാട്ടുകാരനായിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ട, ജീവിതം കൊണ്ട് സഖാവായിട്ടുള്ള പല ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ആരെങ്കിലും ഒരുത്തര രാഹുലിനെതിരെ നിങ്ങൾ മത്സരിക്കാൻ ഇറക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു രാഷ്ട്രീയ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. നിങ്ങൾക്കത് ഉണ്ടായില്ല. ഇവൻ കോൺഗ്രസ് വിട്ട് കോൺഗ്രസ്സുകാരെ നാളെ തെറി വിളിച്ച്, കോൺഗ്രസ്സുകാരെ വിമർശിച്ച്, കോൺഗ്രസ്സുകാരെ ധിക്കരിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിങ്ങൾ കരുതി ഇത് തന്നെയാണ് സുവർണാവസരം, സലീൻ അങ്ങ് വിജയിച്ചു കയറുമെന്ന് പാലക്കാട്ട്. പക്ഷെ നിങ്ങൾ മാറി ചിന്തിക്കണമായിരുന്നു. കാരണം അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ജനനായകൻ ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവരെ കവച്ചു വെക്കാൻ ഈ പറയുന്ന ശരീരമൊന്നും ആയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് MV ഗോവിന്ദൻ അന്നുണ്ടായില്ല, AK ബാലൻ അന്നുണ്ടായില്ല, EN സുരേഷ് ബാബുവിന് അന്നുണ്ടായില്ല. അത് തന്നെയാണ് നിങ്ങളുടെ തോൽവിയിലേക്ക്, പതനത്തിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചത്. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാതെ പോയി. പക്ഷേ നിങ്ങൾ ഇന്ന് അത് തിരിച്ചറിയുന്നു. കാരണം ഇവനൊക്കെ വെറും നാറിയാണ് എന്നല്ല, പരനാറിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. എന്താണെങ്കിലും ഗോവിന്ദന്റെ ആ മനസ്സിന് നല്ല നമസ്കാരമുണ്ട്. കാരണം തുറന്ന് പറയാനെങ്കിലും ഗോവിന്ദൻ തയ്യാറായല്ലോ. ഈ പറയുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഈ പറയുന്ന സരിനും ബിനീഷ് കോടിയേരിയും നടത്തുന്ന പ്രചരണങ്ങളല്ല അതിന്റെ യാഥാർത്ഥ്യം. അവർ രണ്ടെണ്ണം RSSന്റെ ഏജന്റുമാരാണെന്ന് തുറന്നു പറയാനുള്ള ഒരു സന്നദ്ധത അതെങ്കിലും MV ഗോവിന്ദൻ കാണിച്ചല്ലോ. അതിനാണ് ഞാൻ നല്ല നമസ്കാരം എന്ന് പറഞ്ഞത്. അതല്ലാതെ എനിക്ക് ഗോവിന്ദനെ അങ്ങ് ബോധിച്ചിട്ടൊന്നുമല്ല. വൈകിട്ടാണെങ്കിലും തിരിച്ചറിവുകൾ അത് മറച്ചു വെക്കാതെ, അതിനെ ന്യായീകരിക്കാതെ തുറന്നു പറയാൻ ഗോവിന്ദൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വലിയൊരു കാര്യമാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. കാരണം പല തിരുത്തലുകൾക്ക് നമ്മൾക്കിടയിൽ, നമ്മുടെ പൊതുമധ്യത്തിൽ, പൊതു സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്പേസിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയും വേണം. കാരണം തെറ്റുകൾ പറ്റിയിട്ട് അതിനെ തിരുത്താൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ അതിനെ തുറന്നു പറയാൻ തയ്യാറാവുക എന്ന് പറയുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. എന്താണെങ്കിലും പിരായിരിയിലെ ഈ പരിൻ എന്ന് പറയുന്ന പരനാറി, ആ നാറി ചെയ്ത് കാണിക്കുന്നതൊന്നും നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നുള്ള കാര്യം, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവൻ പലതും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്താണെങ്കിലും ഇവന്റെ ഒന്നും അഭിപ്രായമല്ല CPMന്റെ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിന് എന്ന് കാണുന്നത് തന്നെ വലിയ ഒരു ആശ്വാസമാണ്. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കപ്പെട്ടിട്ട്, ഇവിടുത്തെ ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കപ്പെട്ടിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത സഖാക്കള് എങ്ങനെയാണോ സഖാക്കളാകുന്നത്? ഇവറ്റകളെ അടിമകൾ എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റൂ? അടിമകൾ എന്ന് ചോദിച്ചാൽ ആരുടെ അടിമകൾ എന്നുള്ളത് കൂടി അവിടെ വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവർ CPMന്റെ പാർട്ടിയുടെ അടിമകളാണോ? ഒരിക്കലുമല്ല. കാരണം പാർട്ടിയുടെ അടിമകളാണെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇവരിൽ നിന്ന് വരില്ലല്ലോ. പാർട്ടിക്ക് പറയുന്ന ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് രാഹുലിനൊപ്പമാണ്. മനസ്സിലായില്ലേ? ആ നിലപാട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. പക്ഷെ ഇവരുടെ നിലപാട് സംഘപരിവാറിനൊപ്പമാണ്. ആ നിലപാടിനൊപ്പമല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറയുമ്പോൾ ഇവർ അടിമകളാണ്. ആരുടെ അടിമകളാണ്? പാർട്ടിയുടെ അടിമകളാണോ? അല്ല. ഇവർ ചെങ്കൊടി എന്തി കാവിക്കളസമിട്ട ആളുകളാണ്. ഇവർ RSSന്റെ അടിമകളാണ്. ഇവരുടെ തല RSSന്റെ കക്ഷത്തിലാണ്. ഏത് രീതിയിൽ?
പിണറായി വിജയന്റെ തല RSSന്റെ കക്ഷത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഒരു കൂട്ടം അടിമകളുണ്ട്. ആ അടിമകളുടെ തലയും RSSന്റെ കക്ഷത്തിലാണ്. അത് തന്നെയാണ് MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന തിരിച്ചറിവ് അത് നിങ്ങൾക്ക് എന്താണെങ്കിലും ഉപകാരം ചെയ്യും മിസ്റ്റർ MV ഗോവിന്ദൻ.